ഹായ്, മിസ്റ്റർ ആൻഡ് മിസ്സസ് അയ്യർ ഷോയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇത് RJ ലക്ഷ്മി, ഇത് RJ അയ്യർ. അപ്പോൾ ലക്ഷ്മി, ഇന്ന് എന്താണ് സബ്ജക്റ്റ്? ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സർവ്വസാധാരണമായി നടക്കുന്ന ഡിവോഴ്സിനെ പറ്റിയാണ്. ഒത്തിരി കാര്യങ്ങൾ ഡിവോഴ്സിനെ പറ്റി നമുക്ക് ചോദിക്കാനുണ്ട്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളുടെ വിവാഹ ജീവിതം പരാജയമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴായിരിക്കണം ഒരു വിവാഹമോചനം വേണമെന്ന് ഡിസൈഡ് ചെയ്യേണ്ടത്? ഈ ഒരു ചോദ്യത്തിന് മറുപടി പറയണമെങ്കിൽ സാഹചര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയേ പറയാൻ പറ്റുള്ളൂ. പ്രധാനമായിട്ടും ഒരാൾ വിവാഹമോചനം നേടുന്ന വിഷയമായിരിക്കില്ല മറ്റൊരാളുടേത്. കാര്യം ഇന്നേ സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്ന വളരെ ഭയങ്കരമായ വിഷയമെന്ന് പറയുന്ന, നമ്മൾ വിചാരിക്കും ഇവിടെ എന്തുമാത്രം പ്രശ്നങ്ങളാണല്ലോ എന്ന് ചിന്തിച്ചിട്ടും അവർ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഒരുമിച്ച് ജീവിച്ച് പോകുന്നതായിട്ട് കാണാം. എന്നാൽ നമ്മൾ കഴിഞ്ഞ ദിവസം വരെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ഇതായിട്ട് കണ്ട് സെലിബ്രിറ്റി ആയിട്ടൊക്കെ നടന്നവർ ഒരു ദിവസം പറയും ഡിവോഴ്സ്ഡ് എന്നൊക്കെ പറഞ്ഞ് സ്റ്റാറ്റസൊക്കെ ഇട്ട് അവർ ഡിവോഴ്സായി പോകുന്നതും കാണാം. അപ്പോൾ ഇന്ന കാരണങ്ങൾ ഒത്തുചേർന്ന് വന്നാൽ ഒരാൾക്ക് ഡിവോഴ്സ് എന്ന് പറയുന്നത് നമുക്കിവിടെ ആപ്ലിക്കബിൾ അല്ല. ഓരോരുത്തരുടെയും താല്പര്യമാണ് ഡിവോഴ്സ് എന്ന് പറയുന്നത്. അത് ചിലപ്പം പരസ്പരം എടുത്ത തീരുമാനമായിരിക്കാം, മ്യൂച്വലായിട്ട്. ചിലപ്പോൾ അല്ലാതെ ഒരാൾ നിർബന്ധപൂർവ്വം തനിക്ക് വിവാഹമോചനം വേണമെന്ന് പറയുന്നതായിരിക്കാം. അപ്പോൾ ഒരു പങ്കാളിക്ക് അത് ഇഷ്ടമല്ല, ഒരാൾക്ക് അത് വേണമെന്നുള്ള താല്പര്യമായിരിക്കും. അങ്ങനെ പലതരത്തിൽ വിവാഹമോചനം എന്ന് പറയുന്നത് വരും. അപ്പോൾ ഒരു പൊതു മാനദണ്ഡത്തിൽ ഒതുങ്ങുന്നതല്ല വിവാഹമോചനം. അപ്പോൾ ചേട്ടാ, നമ്മൾ ഈ സാധാരണ വീടുകളിൽ കണ്ടുവരാറുള്ളത് എപ്പോഴും വഴക്ക്, അതായിരിക്കും മുഖ്യമായിട്ട് ആദ്യമേ തുടങ്ങുന്നത്. അങ്ങനെ നിത്യവും വഴക്ക് കൂടുന്നത് ഒരു അശാന്തമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിന്റെ ലക്ഷണമല്ലേ? നിത്യവും വഴക്ക് കൂടുന്നത് ശാന്തതയില്ലാത്തൊരു കുടുംബത്തിൻ്റെ ലക്ഷണമൊക്കെ തന്നെയാണ്. എവിടെ ആയാലും ശരി. അപ്പോൾ പൊതുസമൂഹത്തിൽ ആരൊക്കെ തമ്മിൽ വഴക്ക് ഉണ്ടാകുന്നെങ്കിൽ അവിടെ അശാന്തത തന്നെയാണ് ഉണ്ടാകുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ മാത്രമല്ല, എവിടെയായാലും വഴക്കുണ്ടാകുന്നത്, സ്നേഹമില്ലാതെ പോകുന്നത് എല്ലാം അശാന്തമായ രംഗത്തെ തന്നെ സൃഷ്ടിക്കും. പക്ഷേ ഒരു കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കുണ്ടായാൽ അത് അശാന്തമായ ദാമ്പത്യ ജീവിതമാണ്. അവരുടെ ജീവിതം ഡിവോഴ്സിൻ്റെ വക്കിലെത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഉദാഹരണം പറഞ്ഞുതരാം. ലക്ഷ്മിയുടെ ജീവിതകാലയളവിൽ അമ്മയും അച്ഛനുമായിട്ട് എങ്ങനെയാണ് ഭയങ്കര സ്നേഹമാണ്. നിങ്ങൾ എന്നും കെട്ടിപ്പിടിച്ചിരിക്കുമോ? ദിവസത്തിൽ ഒരു നേരമെങ്കിലും വഴക്കുണ്ടാവുമോ? അല്ലെങ്കിൽ ആഴ്ച ഒരു വഴക്കുണ്ടാവുമോ? എങ്ങനെയായിരുന്നു? ഉണ്ടാവുമായിരുന്നു. അത് കഴിഞ്ഞിട്ടത് രണ്ടുപേരും തമ്മിൽ അമ്മയും അച്ഛനുമായിട്ട് ഡിവോഴ്സ് ഒന്നും ആയിട്ടില്ലല്ലോ. ശരി, സഹോദരനും സഹോദരിയായിട്ട് എങ്ങനെയായിരുന്നു? വഴക്കുണ്ടാവും. വഴക്കുണ്ടാവും, പിണങ്ങിയൊക്കെ ഇരുന്നിട്ടൊക്കെ ഉണ്ട്. എന്നിട്ട് നിങ്ങൾ ഒരുമിച്ച് ആവുകയും ചെയ്തു. നിങ്ങൾ വഴക്കുണ്ടായിട്ട് അച്ഛനമ്മമാർ തമ്മിൽ ഡിവോഴ്സ് ആയില്ല, സഹോദരങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആയില്ല. പക്ഷേ നമ്മളെ പങ്കുകൊള്ളാമെന്ന പങ്കാളിയോട് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞു. ഇയാൾ എനിക്ക് ചേരുന്നില്ല, എനിക്ക് ഇല്ലെങ്കിൽ ഇവളെനിക്ക് ചേരുന്നില്ല, ഡിവോഴ്സ് വേണം എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? ശരിക്കും പറഞ്ഞ ഒരു കുടുംബജീവിതത്തിൽ രണ്ട് വ്യക്തികളാണ്. ഞാനും ലക്ഷ്മി എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളാണ്. നമ്മൾ രണ്ടുപേരും ജനിച്ച് വളർന്ന സിറ്റുവേഷൻ വ്യത്യസ്തമായ തലത്തിലായിരിക്കും. അപ്പം ഞാൻ പറയുന്ന ഒരു ആശയത്തോട് ചിലപ്പോൾ ലക്ഷ്മിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്ന് വന്നേക്കാം. അതുപോലെ ലക്ഷ്മിയുടെ ആശയം ഞാൻ ഉൾക്കൊണ്ടില്ല എന്ന് വന്നേക്കാം. അപ്പോൾ ഈ ആശയങ്ങൾ തമ്മിൽ സംഘടന ഉണ്ടാകും, തീ പാർന്ന സംഘടന ഉണ്ടാകും. ചിലപ്പോൾ അത് തർക്കം, ഞാൻ പറയുന്നത് അത് ശരിയാവുന്നില്ല, നീ പറയുക അത് ശരിയാവില്ല. ഇങ്ങനെ ഏതൊരു കുടുംബത്തിനും തർക്കം ഉണ്ടാകും. അടി എല്ലാം ആശയപരമായിട്ട് ചിലപ്പോൾ തലയിണയൊക്കെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യും. സഹോദരങ്ങൾ തമ്മിൽ ഫൈറ്റ് ചെയ്യണം കണ്ടില്ലേ? രണ്ട് പൂച്ചക്കുട്ടികൾ കണ്ട് അവർ തമ്മിൽ കിടന്ന് ഫൈറ്റ് ചെയ്യണം കണ്ടിട്ടില്ലേ? ഇത് എല്ലായിടത്തും ഉണ്ടാവും ഈ ഫൈറ്റ്. ഈ ഫൈറ്റ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും? കുറച്ച് നേരം ചിലപ്പം പടക്കം ഉണ്ടാവും. അത് കഴിയുമ്പോൾ ചായ കുടിച്ചോ, നിനക്കതാ ഇത് വെച്ചോ എന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ രമ്യതയിലാവുകയും ചെയ്യും. പക്ഷേ കുടുംബജീവിതത്തിൽ വഴക്കും വക്കാണ് ഇങ്ങനെ കാണുമ്പം പുറമേ നിന്ന് അവിടെ മുട്ട അടിയാട്ടോ. അവരെ നമ്മൾ കൂടുതൽ കാലം പോവില്ല. ഈ പറയുകയാണ് ഈ കുടുംബത്തിലേക്കുന്ന ആൾ. അടുത്ത് വേറൊരു പറയും അവർ തമ്മിൽ ഒരു രമ്യതയിൽ ഒരു സ്വരുമിപ്പില്ല എന്നൊക്കെ പറയാറുണ്ട്. നമ്മുടെ പൊതു സാമൂഹ്യ തലം വിചാരിക്കുന്നത് രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടായാൽ അവർ ഡിവോഴ്സിൻ്റെ വക്കിലേക്ക് പോവുകയാണെന്നാണ്. ഒരിക്കലുമല്ല. നല്ല ദാമ്പത്യ ജീവിതത്തിൽ നല്ലതായ വഴക്കുകൾ ഉണ്ടാവണം. നല്ലതായ വഴക്കുകൾ എന്നാണ് പറയുന്നത്. അതായത് ഇഷ്ടമില്ലാത്ത ഒരു ആശയത്തിൻ്റെ പുറത്തിൽ പരസ്പരം തർക്കിക്കാം, അവർ തമ്മിൽ വഴക്കൂടാം, കുറച്ചു നേരം പിണങ്ങിയിരിക്കാം, അതിനൊന്നും കുഴപ്പമില്ല. ഇതെല്ലാം വ്യക്തികളല്ലേ. അപ്പോൾ അവർ അങ്ങനെ വഴക്കുകൂടി പിന്നെ അത് സോൾവാക്കി
പിന്നെ അവർ സ്നേഹത്തോടെ എവിടെയെങ്കിലും സഞ്ചരിച്ച് വീണ്ടും വഴക്കുകൂടി വീണ്ടും സന്തോഷിച്ച് ഇങ്ങനെ കടന്നു പോകുന്നതാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. വഴക്ക് കൂടുന്നത് അതിൻ്റെ ഒരു ഭാഗം. സഹോദരനും സഹോദരിയും തമ്മിൽ വഴക്ക് കൂടുന്നത് പോലെ, അച്ഛനും അമ്മയും തമ്മിൽ വഴക്ക് കൂടുന്നത് പോലെ. അതുകൊണ്ട് വഴക്കുണ്ടാകുന്ന കുടുംബങ്ങൾ എല്ലാം ഒരു നാളെ ഡിവോഴ്സിലേക്ക് പോകുന്നു എന്ന് കരുതരുത്. കാര്യം ചിലയിടത്ത് വഴക്കൊന്നും ഉണ്ടാവില്ല, പുകഞ്ഞ് അവിടെ ഇരിക്കും. ഒരാൾ പറഞ്ഞാൽ മറ്റേ എന്ത് ചെയ്യും, ഒന്നും മിണ്ടാതെ ഇറങ്ങി പോകും. വഴക്കൊന്നും ഉണ്ടാവില്ല. തിരിച്ചു വരുമ്പോൾ വീണ്ടും വഴക്കുണ്ടാകും, മറ്റേ മിണ്ടാകും. ഒരാൾ സഹിക്കുകയാണ്, സഹനം. ഈ വ്യക്തി ഒരു സുപ്രഭാതത്തിൽ പറയണേ, എനിക്കിത് പറ്റില്ല, എനിക്ക് ഈ ബന്ധം പറ്റില്ല. ചിലപ്പോൾ ഭാര്യയായിരിക്കും, ഇയാൾ പറയുന്ന എല്ലാം നിശബ്ദമായിട്ട് കേട്ടോണ്ടിരിക്കും. ഒരു ദിവസം സുപ്രഭാതം നോക്കുമ്പോൾ ഇവള് പെട്ടിയും കിടക്ക എടുത്തുകൊണ്ട് പോകണം. ഇതുപോലെ ഭർത്താവിനെ എന്നും ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കയറുമ്പം ഈ ഭാര്യ വഴക്കുണ്ടാക്കും. ഒരു ദിവസം അയാൾ പറയണത്, ഇല്ല, ഞാനിനി വേറെ ബന്ധം നോക്കി പോവുകയാണ്, നീ വേണ്ട. പിന്നെ ഈ ചിലപ്പോൾ ഇത് ശക്തമായ തീരുമാനമാവും, ഇവർ തമ്മിൽ ഡിവോഴ്സ് ആവും, ഈ വാശികളെല്ലാം കൂടെ. അതുകൊണ്ട് വഴക്ക് എന്ന് പറയുന്ന കാര്യത്തെ നമ്മളൊരു ഡിവോഴ്സിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് കാണരുത്. അങ്ങനെ കാണുന്ന പലരും ഉണ്ട്. തെറ്റാണ്, വഴക്ക് കൂടാം, അല്ലെങ്കിൽ ചെറിയ ഇടിയൊക്കെ കൂടാം, ചില വഴക്ക് വേണ്ടേ, അങ്ങനെ വേണം. നമ്മൾ തമ്മിൽ വഴക്ക് കൂടിയിട്ടില്ല, മിക്കവാറും വഴക്കില്ലേ. അത് നമ്മുടെ എന്താണ് ഈ പറഞ്ഞ മാതിരി ആശയങ്ങളിൽ കൊളാപ്സ് ഉണ്ടാകുമ്പോഴത്തേക്കാണ് വഴക്ക് കൂടുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരിയുള്ള ചില വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുന്നത്. ലക്ഷ്മി എപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട് കേട്ടോ, ഈ വഴക്ക് കൂടുന്ന കുഴപ്പമില്ല, പക്ഷെ അതിൻ്റെ ഇടയിൽ ഡിവോഴ്സ് എന്ന് പറയുന്ന കാര്യം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന്, അല്ലേ? അങ്ങനെ അത് ഒരു നെഗറ്റീവ് വേർഡായിട്ട് എനിക്ക് തോന്നാറുണ്ട്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്നെ ഉപേക്ഷിക്കും, അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ഒരു അത് ഒരു നമുക്ക് എന്ത് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങൾ നടത്താം. അതെ, അത് ആശയപരമായിട്ട് നമുക്ക് പ്രശ്നങ്ങൾ എന്താണ്, വിരുദ്ധ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ അതിൻ്റെ ഇടയിൽ ഈ വിവാഹം ഇല്ലാതാക്കി കളയും, അല്ലെങ്കിൽ വിവാഹമോചനം വേണമെങ്കിൽ നിന്നെ ഞാൻ ഉപേക്ഷിക്കും, അങ്ങനെയൊക്കെ പറയുന്ന വേർഡുകൾ ഉപയോഗിക്കുന്നത് അത്ര കൊണ്ട് നല്ലതാണെന്ന് എനിക്ക് തോന്നാറില്ല. അത് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളൊരു ചാൻസ് കൊടുക്കും എന്ന് എനിക്ക് തോന്നാറുണ്ട്. കറക്റ്റാണ്. അത് ലക്ഷ്മി പറഞ്ഞ ആ പോയിന്റ് അല്ല. ഇത് ഇപ്പം സഹോദരങ്ങള് വഴക്കൂടുമ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും നിന്നെ ഞാൻ ഡിവോഴ്സ് ചെയ്ത് കളയും, നിന്നെ ഞാൻ ഉപേക്ഷിച്ച് കളയും അങ്ങനെ പറയാറില്ലല്ലോ. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കൂടുമ്പോൾ മാത്രം എന്തിനാണ് നിന്നെ ഞാൻ ഉപേക്ഷിക്കും എന്നുള്ള ഒരു ആ വാക്ക് ഉപയോഗിക്കുന്നത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ അറേഞ്ച്ഡ് മാരേജ് വളരെ സ്ട്രോങ് ആണെന്നും ലവ് മാരേജ് ആണെങ്കിൽ കൂടുതലും അടിച്ചു പിരിഞ്ഞൊക്കെ പോവാറുണ്ട് എന്നൊക്കെ നമ്മുടെ ചുറ്റുപാടുകളിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ സാധാരണ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഓക്കെ, അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുമ്പോൾ എന്താണ്, ഹിന്ദുക്കളിലാണെങ്കിൽ ജാതകമൊക്കെ നോക്കിയിട്ടായിരിക്കും, മറ്റേ ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിൽ അവരുടെ ചില പ്രത്യേക കാര്യങ്ങൾ അവരുടെ മതത്വമായിട്ട് അവരുടെ പള്ളി അങ്ങനെയൊക്കെ അവരുടെ ഒരു ഏരിയയിലായിരിക്കും. ഇസ്ലാം പക്ഷത്തിലുള്ള മുസ്ലിം പക്ഷത്തിലുള്ളവർക്ക് അവരുടേതായ രീതിയിലുള്ള ഒരു അവരുടെ സാമൂഹികമായിട്ടുള്ള രീതിയിലായിരിക്കും ആ കല്യാണം എന്ന് പറഞ്ഞാൽ അറേഞ്ച്ഡ്. അവരുടെ സ്വത്തിൻ്റെ കാര്യത്തിൽ കാണും, ജോലിയുടെ കാര്യത്തിൽ കാണും, എല്ലാ തുലനമൊക്കെ നോക്കിയിട്ടായിരിക്കും എൻ്റെ സ്റ്റാൻഡിനൊത്ത എല്ലാം നോക്കിയിട്ടൊക്കെ വിവാഹം കഴിക്കുന്നു. അപ്പോൾ ഇവിടെയാണെങ്കിൽ ബന്ധുക്കളുടെയും അച്ഛനമ്മമാരുടെയും എല്ലാവരുടെയും താല്പര്യത്തിനനുസരിച്ചാണ് വധൂവരന്മാർ അതിന് ആ കല്യാണത്തിന് മുന്നോട്ടെടുക്കുന്നത്. അച്ഛനമ്മയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെൺകുട്ടിക്ക് ഉള്ള ഞാൻ സ്വയം എടുത്ത തീരുമാനമല്ല, ചിലപ്പം കണ്ടിട്ടൊക്കെ ഉണ്ടാവാം, എന്നാൽ അവർ തീരുമാനമെടുത്തു. ഇതിൽ തീരുമാനത്തിന് ആരൊക്കെയാണ് പൂർണ്ണ പങ്ക്? ഈ അച്ഛനമ്മമാർക്ക് കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന സംരക്ഷിതമായിട്ടുള്ള ഒരു വലയുണ്ട്, അവരെല്ലാവരും കൂടെ ചേർന്നെടുക്കുന്നതായിരിക്കും മിക്കവാറുമുള്ള ഒരു 99% ഈ അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുന്നത്. ലവ് മാരേജിൽ മിക്കവാറും അങ്ങനെയല്ല. ഒരു സ്ത്രീയും പുരുഷനും പരസ്പരം കണ്ടിട്ട് അനുരാഗത്തിലാകുന്നു. അപ്പോൾ അത് കുറച്ച് കാലം മുന്നോട്ട് ചിലപ്പോൾ അത് വീട്ടിലൊക്കെ പറഞ്ഞ് ഒരു അറേഞ്ച്ഡ് മാരേജിൻ്റെ ഒരു അവസ്ഥയിൽ വരും. എന്നാലും അതിൽ 90% അല്ല, അങ്ങനെ ആയിരിക്കില്ല. അവർ പരസ്പരം തീരുമാനം എടുക്കുന്നു. വീട്ടുകാരെയൊക്കെ ചിലപ്പോൾ സമ്മർദ്ദത്തിലാക്കിയിട്ടൊക്കെ ആയിരിക്കും വിവാഹം കഴിക്കുക. അപ്പോൾ സമ്മർദ്ദത്തിലാക്കുമ്പോൾ അവർക്ക് വേർപിരിയാൻ വയ്യാത്തൊരവസ്ഥയിലാണ് ഇവർ വീട്ടുകാരെ, തങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന വീട്ടുകാരെ പോലും സമ്മർദ്ദത്തിലാക്കുന്നത്. താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു വ്യക്തിയാണ് ഇതെന്നുള്ളൊരു താല്പര്യത്തിലാണ് ഈ പ്രണയിതാക്കൾ വിവാഹം കഴിക്കുന്നത്. പ്രണയിക്കുന്ന സമയത്ത് ഇവർ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയുകയും ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്ദാനങ്ങൾ പോലെ. നിന്നെ വിവാഹം കഴിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും, അങ്ങനെയൊക്കെ അവരുടെ സ്വപ്നങ്ങൾക്ക് വളരെ കൂടുതലായിരിക്കും. അങ്ങനെയാണ് അവർ പ്രണയത്തിൻ്റെ ഏറ്റവും ദൃഢതയിലേക്ക് എത്തുന്നത്. ഇങ്ങനെ മുന്നോട്ട് പോകുന്നവർ വിവാഹം കഴിഞ്ഞിട്ട് പ്രണയിച്ച് വിവാഹം കഴിയുമ്പോൾ ഈ
പ്രണയത്തിൻ്റെ മാധുര്യത്തിൽ പറഞ്ഞ അച്ഛനമ്മമാരുടെ സംരക്ഷണയിലൊക്കെ നിന്നിട്ട് അവർക്ക് വേറെ ഉത്തരവാദിത്വങ്ങളൊന്നുമില്ല. അപ്പോൾ കുറേ വാഗ്ദാനങ്ങളും കുറേ മോഹസ്വപ്നങ്ങളും പറഞ്ഞ പോലെ അവർക്ക് കുടുംബജീവിതത്തിലേക്ക് വരുമ്പം ഈ പറഞ്ഞ വാക്കുകളെല്ലാം പാലിക്കാൻ പറ്റാതെ വന്നേക്കും. അപ്പം പ്രണയത്തിനോടൊപ്പം തന്നെ ഒരു വാക്കും അതിനൊപ്പം വാഗ്ദാന ലംഘനവും ചിലപ്പോൾ കുടുംബജീവിതത്തിൽ സംഭവിക്കും. ഇത് സ്വാഭാവികമായിട്ടുള്ള വാഗ്ദാന ലംഘനമാണെന്ന് നമ്മളെല്ലാം പറയുന്ന വാക്കുകൾ എപ്പോഴും മനുഷ്യർക്കെല്ലാം പാലിക്കാനൊന്നും പറ്റില്ല. അത്രയ്ക്ക് സത്യസന്ധത പറയുന്നവർക്ക് പോലും എല്ലാ വാക്കുകളും പാലിക്കാൻ പറ്റില്ല. പക്ഷെ പ്രണയിക്കുന്ന ആളിന് തോന്നും ഇതെന്നെ പറഞ്ഞു പറ്റിച്ചതാണ്. കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, കല്യാണം കഴിഞ്ഞപ്പോഴാണല്ലോ ഇങ്ങനെ ആയത് എന്നൊക്കെയുള്ള ചോദ്യം എന്നെ അവിടെ കൊണ്ടുപോകാമെന്നാണല്ലോ പറഞ്ഞു. ഇവന് ഇത് കല്യാണത്തിന് മുമ്പ് കൊണ്ടുപോകാൻ പറ്റും, പലയിടത്തും കൊണ്ട് ഫുഡൊക്കെ മേടിച്ചു കൊടുത്ത് എന്തൊക്കെ ചെയ്തു, കറങ്ങി നടന്നു. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ പകലും രാവും എല്ലാം ഒരുപോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രണയത്തിൻ്റെ ആദ്യകാലത്ത് അവൻ പറ്റും പോലെയൊക്കെ അല്ലെങ്കിൽ അവൾ പറ്റും പോലെയൊക്കെ സഹകരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇവരുടെ തനിനിറം, കാര്യം ഇവരൊക്കെ അങ്ങനെയാണല്ലോ. തനിനിറം മാത്രമായിരിക്കില്ല, ഈ മിഥുനം സിനിമയില് മോഹൻലാലും ഉർവശിയും തമ്മിലുള്ള ഒരു ടോക്ക് ഇതുപോലെ ഉണ്ട്. അതുപോലെ ഇവര് മുൻപ് വിവാഹത്തിന് മുമ്പ് ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവർക്ക് പരസ്പരം പ്രണയം മാത്രം കൈമാറിയാൽ മതിയാവും. വിവാഹ ജീവിതം വരുമ്പോഴത്തേക്കും പരസ്പരം കുറേ കാര്യങ്ങൾ, വീട് നോക്കണം, കുടുംബത്തെ നോക്കണം, ഇവരുടെ കാര്യങ്ങളെല്ലാം നോക്കണം. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ വരുമ്പോൾ ഇവർക്ക് പഴയതുപോലെ ആ പ്രണയത്തെ അതുപോലെ കൊണ്ടുപോകാൻ ചിലപ്പം കഴിയണമെന്നില്ല, കൊണ്ടുപോകാൻ കഴിയില്ലെന്നേ. ഇനി അറേഞ്ച്ഡ് മാരേജിലേക്ക് വരുമ്പം ഇവർ പരസ്പരം ഈ അത്രത്തോളം ഇഴുകിച്ചേർന്ന ബന്ധമായിരിക്കില്ല. ഇവർ പരസ്പരം കണ്ടു, ആകൃഷ്ടരായി. പണ്ടത്തെ കാലമാണെങ്കിൽ അങ്ങനെയല്ല, ആരെങ്കിലും പറഞ്ഞാൽ പിടിച്ച് കെട്ടിച്ചു വിടുന്നു, അത്രയേ ഉള്ളായിരുന്നു. ഇന്നങ്ങനെയല്ല, ഒരു ആകർഷണം ഉണ്ടായി, സംസാരിച്ചപ്പോൾ കൊള്ളാം എന്നൊക്കെയുള്ള രീതിയിൽ. എന്നാലും ഇയാളുടെ അടുത്ത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും, ഇവളുടെ അടുത്ത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും എന്നുള്ള ഓവറായിട്ടുള്ള പ്രതീക്ഷകളില്ല. കാര്യം അച്ഛനമ്മമാർ മാത്രമല്ല, ഇവരുടെ തല ഏകദേശം ഒന്നായിരിക്കും. പ്രണയിച്ച് വിവാഹം കഴിക്കുമ്പോൾ ചിലപ്പോൾ 2 കാസ്റ്റ് ആയിരിക്കും, 2 സാമ്പത്തിക സ്ഥിതിയായിരിക്കും, ഇങ്ങനെ പല വ്യത്യാസങ്ങളും അവിടെ ഉണ്ടാവും. ഇത് കുടുംബക്കാർ പരസ്പരം കണ്ടുപിടിക്കുമ്പം ഏകദേശം എല്ലാ കാര്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പം തുലനം ചെയ്തതായിരിക്കും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇതേ ഗൃഹാന്തരീക്ഷം തന്നെ ആയിരിക്കണം അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്നത്. കാര്യം ഒരേ സ്റ്റാൻഡേർഡിലൊക്കെ തന്നെ ആയിരിക്കും മിക്കവാറും വന്നു ചേരുന്നത്. അങ്ങനെയൊക്കെ ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത്, അല്ലേ? അപ്പോൾ കാര്യം ഡോക്ടറായിട്ടുള്ള ഒരാളാണെങ്കിൽ ഡോക്ടറുള്ള അവരുടെ ഫാമിലിയും ഈ ഒരാളിനെ വെൽക്കം ചെയ്തുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. ഇങ്ങനെ ഒരാള് നമ്മളുടെ കുടുംബത്തേക്ക് വരുന്നു എന്നുള്ളത്, ഇപ്പൊ പെൺകുട്ടിയാണ് ഒരു വീട്ടിലോട്ട് ചെന്ന് കയറുന്നത്, അപ്പൊ ആ വീട്ടിലുള്ളവരും കൂടുതൽ ആൾക്കാരും ഇവരെ വെൽക്കം ചെയ്യുന്ന രീതിയിലായിരിക്കും നിൽക്കുന്നത്. മറ്റേതൊരു പ്രണയവിവാഹമൊക്കെ ആകുമ്പോൾ പെട്ടെന്നൊരു ഷോക്കിംഗ് ആയിട്ടായിരിക്കും ചിലപ്പോൾ ഒരാൾ കടന്നു വരുന്നത്. അവരെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ ആ കുടുംബത്തിലുള്ള ആൾക്കാർക്കും ചിലപ്പം പെട്ടെന്ന് പറ്റണമെന്നില്ല. അത് പോയിട്ടാണ്. ഇവിടെ നമുക്ക് ഒരു ഡോക്ടറായിട്ടുള്ള ഒരാൾ വിവാഹം കഴിക്കുന്ന ഡോക്ടർ എഞ്ചിനീയർ ആയിരിക്കും. ചിലപ്പോൾ പ്രണയവിവാഹത്തിലെ ഡോക്ടർ ചിലപ്പോൾ വിവാഹം കഴിക്കുന്നത് ഒരു ഓട്ടത്തൊഴിലാളിയായിരിക്കും. ഇവർ തമ്മിലുള്ള ഓട്ടത്തൊഴിലാളി മോശമാണോ? ഒന്നുമല്ല, അയാളുടേതായ ജീവിതമാണ്, ഡോക്ടറുടേതായ ജീവിതമാണ്. ഇവർ തമ്മിൽ പ്രണയിക്കാം, ഇഷ്ടപ്പെടാൻ വിവാഹം കഴിക്കാം. പക്ഷേ ഇവരുടെ ജീവിത നിലവാരം 2 തരത്തിലായിരിക്കും, അല്ലേ? അവർ വളർന്ന സാഹചര്യം. അപ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകും. അതാണ് ഈ പ്രണയവിവാഹത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ വരാൻ കാരണം. കാര്യം പ്രണയിച്ച് വിവാഹം കഴിച്ചിട്ട് ഇവർക്ക് ഉള്ളിൽ പെൺകുട്ടിക്ക് തോന്നും, ഞാൻ എല്ലാവരെയും കളഞ്ഞിട്ട് അല്ലെങ്കിൽ എല്ലാവരും ധിക്കരിച്ചിട്ട് വന്നതാണ്, ഇയാൾക്ക് വേണ്ടി ഇറങ്ങി വന്നതാണ്, ഇപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നു. അപ്പോൾ പുരുഷൻ വിചാരിക്കുന്നത് അങ്ങനെയാണ്, ഞാൻ പലരെയും ഉപേക്ഷിച്ചിട്ടാണ് ഇവളെ പോലുള്ള ഒരാളെ തിരഞ്ഞെടുത്തത്, ഇപ്പം കണ്ടോ ഇവളെ എൻ്റെ അടുത്ത് അഹങ്കാരം കാണിക്കുന്നു. ഇങ്ങനെയുള്ള പരസ്പരം ഞാൻ എന്തൊക്കെ കൂടുതൽ ചെയ്തു, ഞാൻ ത്യാഗം ചെയ്തു, അപ്പോൾ എൻ്റെ അടുത്ത് അതിനനുസരിച്ച് പെരുമാറുന്നില്ല, എന്നെ ചീറ്റ് ചെയ്തതാണ് എന്നുള്ള രീതിയിൽ ഇവരുടെ സംസാരം വഷളാവുകയും ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ ഒരേ നിലവാരവും ഒരേ മാനസിക സ്ഥിതിയുള്ള 2 പേരാണ് പ്രണയിക്കുന്നതെങ്കിൽ ഇതൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. ക്ലാഷ് ഉണ്ടാവില്ല എന്നല്ലല്ലോ, ക്ലാഷ് ഉണ്ടായാലും ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവരെ ഇത്തിരി പറഞ്ഞു തിരുത്താനൊക്കെ ആയിട്ട് ആ ഫാമിലിയിലുള്ളവർ കുറച്ചുകൂടെ ശ്രമിക്കുമായിരിക്കും. അല്ല, അവർക്ക് തന്നെ അറിയാം നമ്മുടെ സാഹചര്യം ഇതാണ്. അതായത് മാനസികമായിട്ട് പക്വത വന്നൊരു പ്രണയിക്കുമ്പോൾ, അതാണ് പറഞ്ഞത്, എല്ലാ പ്രണയ വിവാഹവും പരാജയപ്പെടുന്നില്ല. അപ്പോൾ അത് അങ്ങനെ പക്വതയാർന്ന പ്രണയങ്ങൾ വിവാഹ ജീവിതത്തിൽ എത്തിച്ചേരുമ്പോൾ അത് പിരിയില്ല. പക്ഷെ അല്ലാതെ നമ്മൾക്ക് പ്രണയം ബ്ലൈൻഡാണെന്ന് കേട്ടിട്ടില്ലേ? അതുകൊണ്ട് അങ്ങനെ പ്രണയിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ഈ അറേഞ്ച്ഡ് മാരേജിനേക്കാളും പ്രണയവിവാഹങ്ങൾക്ക് തകർച്ച കൂടുതലായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ചേട്ടാ, ഇപ്പം വിവാഹ ജീവിതത്തിൽ നമുക്കൊക്കെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ
നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തി ഇങ്ങനെ ആയിരിക്കണം, അയാൾക്ക് ഇങ്ങനെയൊക്കെയുള്ള ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കണം എന്ന് എനിക്കും ചേട്ടനും രണ്ടുപേർക്കും അതുപോലെ കുറേ സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നിരിക്കും. അപ്പോൾ അതുപോലെ കുറേ സങ്കല്പങ്ങളൊക്കെ ആയിട്ടാണ് വിവാഹ ജീവിതത്തിലേക്ക് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾക്ക്, നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ടുള്ള ഒരു പങ്കാളിയെ അല്ല നമുക്ക് ലഭിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? ലക്ഷ്മിയുടെ സ്വപ്നത്തിനനുസരിച്ചുള്ള പങ്കാളിയെ കിട്ടിയോ? കിട്ടിയോ? സ്വപ്നത്തിനനുസരിച്ചിട്ടുള്ള പങ്കാളിയെ കിട്ടിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല, എന്തൊക്കെയോ കുറെ ക്വാളിറ്റീസ് ഉള്ള ഒരു പങ്കാളിയാണ് എന്നുള്ളതായിരുന്നു. അല്ലാതെ ഞാൻ ചിന്തിക്കുന്ന രീതിയിൽ പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഋതിക് റോഷനൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ആളുടെ ഇവിടെ മുരുകക്കോല് പോലെ എന്തൊക്കെ കിട്ടി, ഇതൊക്കെ ആരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊക്കെ കള്ളം പറഞ്ഞായിരിക്കും അല്ലേ? എന്തായാലും ശരി, നമുക്ക് സങ്കല്പത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം. ലക്ഷ്മി പറഞ്ഞ കറക്റ്റാണ്. സങ്കല്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രത്യേക അവസ്ഥയിൽ നമ്മൾ ചില കാര്യങ്ങളെ മനക്കോട്ടയിൽ ഇങ്ങനെ കെട്ടും. എന്നിട്ട് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഈ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉറച്ച സാധനമൊന്നുമില്ല, ഇത് ഐസ്ക്രീം പോലെ അലിയുന്ന സാധനമാണ്. വിവാഹം കഴിഞ്ഞപ്പോൾ ഞാൻ സങ്കല്പിച്ച് വെച്ചിരിക്കുന്ന എല്ലാം കറക്റ്റൊന്നുമല്ല, എൻ്റെ സങ്കല്പം ഇങ്ങനെ ആവാം എന്ന് കരുതുന്നവർ, ആ ഫ്ലെക്സിബിലിറ്റി ഉള്ളവർ തൻ്റെ ഭാര്യയിലും ഭർത്താവിലും പുതിയ സങ്കല്പങ്ങളെ ഉണ്ടാക്കും. അതായത് അവർ അത്രയും നാളെ കുഞ്ഞപ്രായത്തിൽ, കൗമാരപ്രായത്തിൽ, പിന്നെ യൗവനത്തിൻ്റെ തുടക്കത്തിൽ കണ്ട സങ്കല്പങ്ങൾക്ക് അവരുടെ മെച്യൂരിറ്റിക്ക് അനുസരിച്ചുള്ള മാറ്റം ഉണ്ടാകും. സിനിമാ നടനെയും നടിയെയും പ്രണയിച്ചുകൊണ്ടിരുന്ന, നോവലിലെ കഥാപാത്രങ്ങളെ പ്രണയിച്ചുകൊണ്ടിരുന്നവർ യാഥാർത്ഥ്യത്തിലെ നായകനെയും നായികയും കണ്ടെത്തുന്നത് ചിലപ്പോൾ വിവാഹം കഴിഞ്ഞിട്ടായിരിക്കും. അതാണ് വിവാഹ ജീവിതത്തിലെ സങ്കല്പത്തിലെ ആ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. പ്രശസ്തയായ ഒരു നോവലിസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു കൊച്ചു കഥയാണ് കേട്ടോ, യൂറോപ്യൻ കഥയാണ്. അവർ ഭാവനകൾ കൊണ്ട് അങ്ങ് വലിയ വലിയ എഴുത്താണ്. അവരുടെ കൃതികൾ വായിക്കുന്നവരെല്ലാം ഇങ്ങനെ കോരിത്തരിച്ചിരുന്നു, അത്ര വലിയ എഴുത്താണ് അവരുടേത്. ഇവർ മരണപ്പെട്ട് നേരെ സ്വർഗലോകത്തിൽ ചെല്ലുകയാണ്. നടത്തില്ല, ഇവർ നല്ല എഴുത്തുകാരിയാണ്. അപ്പം യമകിങ്കരന്മാരൊക്കെ നിന്ന് വെൽക്കം ചെയ്യണം. അപ്പോൾ അവരെ അവിടെ ഒന്ന് സംശയിച്ച് നിന്നിട്ട് ചോദിച്ചു, യമധർമ്മ, ഞാൻ സ്വർഗത്തെക്കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ട്, എൻ്റെ മനസ്സിൽ ഒരുപാട് സങ്കല്പങ്ങളുണ്ട്, അതുപോലെ ആയിരിക്കുമല്ലേ സ്വർഗം ഇരിക്കണേ? അപ്പോൾ യമധർമ്മൻ പറഞ്ഞു, സങ്കല്പത്തിലെ സ്വർഗം ഒരിക്കലും സത്യമാവുകയില്ല. കാര്യം എൻ്റെ ഉള്ളിൽ ഒരു സ്വർഗത്തെക്കുറിച്ചുള്ള സങ്കല്പമുണ്ട്, ആ സ്വർഗത്തെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ആ സങ്കല്പം മാറ്റി വെച്ചിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതോടുകൂടിയാണ് ഇത് സ്വർഗമായി മാറിയത്. അതായത് നമ്മുടെ സങ്കല്പം എന്തു വേണമെങ്കിലും ആവാം, പക്ഷെ അതിൻ്റെ അതിര് ലംഘിച്ചു പോയാൽ അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് കലാശിക്കും. എന്നാൽ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ സങ്കല്പങ്ങളെ മെരുക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നന്നായിട്ട് തന്നെ വരും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ചോദിച്ച ചോദ്യം എന്താണ്? നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത പങ്കാളിയെ ലഭിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നാണ്. ഈ പ്രതീക്ഷ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ സങ്കല്പവും പ്രതീക്ഷയും ഏകദേശം ഒരേ തലത്തിൽ നിൽക്കുകയാണ്. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ പക്ഷേ ഇനിയുണ്ട് ഫ്യൂച്ചറിലേക്ക്. സങ്കല്പം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ചിന്തിച്ച് ഉറപ്പിച്ചു. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ അത് ആയി മാറാം എന്നുള്ളൊരു തലമുണ്ട്. പക്ഷെ അങ്ങനെ ഒരാൾ ആയി മാറണമെങ്കിൽ ഞാൻ എങ്ങനെ ഇവിടെ പ്രതികരിക്കണം, ഞാൻ എങ്ങനെ പെരുമാറണം എന്നുള്ളതും കൂടിയുണ്ട്. കാര്യം ഈ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തി, പങ്കാളിക്കും ഒരു സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തിലെ വ്യക്തിയാണോ നമ്മളെന്നുള്ള സ്വയം പരിശോധനയുണ്ട്. രണ്ടുപേർ തമ്മിൽ തർക്കം നടക്കുമ്പോൾ രണ്ട് സങ്കല്പങ്ങളുടെയും രണ്ട് പ്രതീക്ഷകളുടെയും തർക്കവും ആവാം. അപ്പം എൻ്റെ പക്ഷത്ത് മാത്രമല്ല ഇതുള്ളത്. ഒരു അതാ പറഞ്ഞത്, ഞാൻ എൻ്റെ സങ്കല്പത്തിന് ഒത്ത പെൺകുട്ടിയെ അന്വേഷിച്ചു. 7 പേരെ കണ്ടപ്പോഴും അവരെ എനിക്കിഷ്ടപ്പെട്ടില്ല. 8ാമതൊരു പെൺകുട്ടിയെ കണ്ടപ്പോൾ എൻ്റെ എല്ലാ സങ്കല്പത്തിനും തികഞ്ഞവൾ. ഞാൻ അവളുടെ അടുത്ത് എൻ്റെ ഇഷ്ടം പറഞ്ഞപ്പോൾ അവൾ എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് പിന്തിരിഞ്ഞു പോയി. കാരണം അവളുടെ സങ്കല്പത്തിന് ഒത്തതല്ല ഞാൻ. ഇത് ഖലീൽ ജിബ്രാൻ പറഞ്ഞൊരു ചെറിയ കഥയാണ്. മനസ്സിലാക്കണം, നമ്മുടെ സങ്കല്പത്തിൻ്റെ തേരും നമ്മുടെ പ്രതീക്ഷയുടെ തേരും എപ്പോഴും ഒരുപോലെ ഇരിക്കില്ല. പക്ഷെ നമ്മുടെ പങ്കാളിയെ നമ്മുടെ പ്രതീക്ഷകൾക്കനുസൃതമായ പങ്കാളിയായിട്ട് മാറ്റാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നും പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്യാമെന്നും ഒരു കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ മുതൽ നമുക്ക് പരസ്പരം ചർച്ച ചെയ്യാൻ പറ്റും. എൻ്റെ പ്രതീക്ഷകളിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്, എൻ്റെ സങ്കല്പങ്ങളിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പരസ്പരം പങ്കുകൊള്ളുന്നവരാണ് പങ്കാളികൾ.
അങ്ങോട്ടും ഇങ്ങോട്ടും തങ്ങളുടെ ധാരണകളെ പറയുന്നതിലൊന്നും തെറ്റൊന്നുമില്ല. അല്ല, ഞാൻ കരുതും പോലെ എൻ്റെ പങ്കാളി പെരുമാറണമെന്ന് പറഞ്ഞാൽ ചിലപ്പം അയാൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല, ആ പെൺകുട്ടിക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരിക്കും. അപ്പം നമ്മുടെ ധാരണകളെക്കുറിച്ച് ഒരു പക്ഷേ കല്യാണത്തിന് മുമ്പ് തന്നെ ഒന്ന് പറഞ്ഞേക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ചിലപ്പോൾ ഈ കുട്ടിക്ക് ഒരിക്കലും, അല്ലെങ്കിൽ ആ പുരുഷന് ഒരിക്കലും അങ്ങനെ ആവാനൊന്നും പറ്റില്ല. അവിടെ വെച്ച് ബൈ പറയാം. കല്യാണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം എൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് നിങ്ങൾ ഉയരുന്നില്ല, എൻ്റെ സങ്കല്പത്തിനൊത്ത് വളരുന്നില്ല എന്നൊക്കെ പറയുന്നതിൽ ഇത്തിരി അർത്ഥമോശങ്ങളുണ്ട്. വിവാഹത്തിന് മുമ്പ് ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വിവാഹ ജീവിതത്തിലേക്ക് കടക്കണം. അപ്പം വിവാഹത്തിന് മുമ്പ് ഈ വാഗ്ദാനങ്ങളെല്ലാം കൊടുത്തിട്ട് ഒരാൾ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെങ്കിലാണ് അവിടെ ഇയാൾ ഒരു കബളിപ്പിക്കൽ നടത്തിയെന്ന് നമുക്ക് തോന്നുന്നത്. കാര്യം വിവാഹത്തിന് മുമ്പ് ഇതെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ പെൺകുട്ടിക്ക് പഠിക്കണമെന്നായിരിക്കും ആഗ്രഹം. നിന്നെ കൊണ്ടുപോയി ഇനി ആവശ്യമുള്ള പഠിപ്പിക്കാൻ മോളെ എന്നൊക്കെ പറഞ്ഞ് അമ്മാവി പറയുന്നു, അമ്മാവും പറയുന്നു. ഈ വന്ന ചെറുപ്പക്കാരൻ ചോക്ലേറ്റ് പുഞ്ചിരിയോടെ പറയുന്നു. വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ അവൾക്ക് അടിമപ്പണി. അപ്പോൾ പെൺകുട്ടികളായ ഇങ്ങനെയൊക്കെ പഠിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അവളുടെ പ്രതീക്ഷ തെറ്റി. ഇതുപോലെ പുരുഷനും ചില അത് ചീറ്റിംഗ് ആണ്. ഇത് പ്രതീക്ഷയും സങ്കല്പവും തെറ്റിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ചേട്ടാ, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇനിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ഈ വഴക്കൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ പങ്കാളികൾ വിചാരിക്കുന്നത് തങ്ങൾക്ക് ഡിവോഴ്സ് വേണം, ഉടൻ തന്നെ വിവാഹമോചനം വേണം എന്നുള്ള ഡിസിഷനിലോട്ട് എത്തുകയാണ്. ഇത് ശരിയാണോ? വിവാഹമോചനം വേണം എന്നുള്ള ഒരു സങ്കല്പം വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഇനി എന്നും ഇത് തന്നെ ജീവിതം എന്നുള്ള ഒരു കാലഘട്ടം മുമ്പുണ്ടായിരുന്നു, ഇല്ലേ? ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അവൾ അത് സഹിച്ച് അവിടെ കഴിയണം. അവൾ വീട്ടിൽ തിരിച്ചു വന്നാൽ നാട്ടുകാർ പറയും അവൾ എന്തൊക്കെ മോശം ചെയ്തുകൊണ്ടാണ്, അവളുടെ കയ്യിരിപ്പ് മോശമാണ്. അങ്ങനെയൊക്കെ വിവാഹമോചനം നടത്തി വരുന്ന സ്ത്രീ പുരുഷന്മാരെ, ഒരാളെ മാത്രം പറയുന്നില്ല, അവർക്കെന്തൊക്കെയോ കുറ്റങ്ങൾ, അല്ലെങ്കിൽ സ്ത്രീകളാണ് കൂടുതലാണ് കേൾക്കുന്നത്, അവളുടെ എന്തോ പിഴവ് കൊണ്ടാണ് വിവാഹമോചനം നേടിയെടുത്തതെന്നുള്ള ഒരു സങ്കല്പമായിരുന്നു ഒരു കുറച്ച് കാലം മുമ്പ് വരെ. പണ്ട് കാലം എന്ന് പറയാൻ വയ്യ. ഈ 2017 2018 പോലും അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിയർലി ആണ്. പക്ഷെ ഇപ്പോഴാണ് അതിനൊരു നല്ല മാറ്റം വന്നു തുടങ്ങിയത്. കാര്യം മിക്ക കുടുംബങ്ങളിലും ഒരു വിവാഹമോചനം നേടിയ ഒരാളുണ്ട്. കാര്യം അതൊരു അനിവാര്യതയായി മാറി. തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ജീവിതക്രമത്തിൽ ഇനി അടിമ കടക്കാൻ വയ്യ എന്നുള്ളൊരു താല്പര്യം പുരുഷനിലും സ്ത്രീയിലും അങ്കുരിച്ചു. ഒരു തരത്തിൽ പറഞ്ഞാൽ കാലത്തിന്റെ ആ മാറ്റത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കാര്യം വേറെ ഒന്നുമല്ല, അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഒരു ഇൻഡിപെൻഡൻസി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം ഉള്ളത് കൊണ്ടല്ലേ. അത് മാത്രമല്ല, തങ്ങളുടെ ജീവിതത്തിന്റെ വാല്യൂവിനെ കുറിച്ച് ഒരു വ്യക്തി മനസ്സിലാക്കിയതും കൂടെയാണ്. പണ്ടും ഒരുപാട് പൈസയൊക്കെ ഉള്ളവരെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ തങ്ങളുടെ സ്വാതന്ത്ര്യം, തങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവുണ്ടെന്ന് പെൺകുട്ടികൾ തിരിച്ചറിഞ്ഞതിടം മുതലാണ് വിവാഹമോചനം കൂടുതലെന്ന് പറഞ്ഞാൽ വേറെ തെറ്റൊന്നുമില്ല. കാര്യം ഇത്രയും കാലം എവിടെ പോകാൻ, അവളെ വിവാഹം കഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അവളെ ഒരുതരം പടിയടച്ച് വിടുന്ന ഒരു പ്രതീതിയായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇനി അവിടെ പോയി ജീവിച്ചോളണം. അങ്ങനെ ഉരുകി ജീവിക്കുന്ന എത്ര പേര് നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് 50-60 വയസ്സൊക്കെ ആയ, അല്ലെങ്കിൽ 40-50 വയസ്സായ പല സ്ത്രീകളുടെ അടുത്ത് ചോദിക്കും, ഇത്രയൊക്കെ ആയിപ്പോയി ഇനിയും അഡ്ജസ്റ്റ് ചെയ്ത് പോവാം എന്നുള്ളൊരവസ്ഥയിൽ എത്തിപ്പോയി. അവരുടെ മാനസികമായിട്ടുള്ള തലം. ഇന്നത്തെ പുതുതലമുറയിലുള്ള കുട്ടികൾ അവർ സ്വന്തമായിട്ട് ആദ്യം ചെയ്യുന്നത് വിവാഹമൊന്നുമില്ല വലിയ കാര്യം, ആദ്യം സ്വന്തം കാലിലൊന്ന് നിൽക്കണം, അതിനൊരു ജോലി വേണം. ഇനിയിപ്പോൾ ഒരു കുട്ടിയായി കഴിഞ്ഞാൽ അയ്യോ ഇനി കുട്ടിയായിപ്പോൾ ഇനി വേറൊരാൾ വിവാഹം കഴിച്ചില്ലല്ലോ, ഈ വിവാഹം കഴിക്കണമെന്നുള്ള താല്പര്യമാണ് അവിടെ. കാര്യം ഇവർക്ക് സ്വന്തം കാലിൽ ഇല്ലെങ്കിൽ, നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ, ഇവളൊരു വിവാഹമോചനം നേടിക്കഴിഞ്ഞാൽ അച്ഛനമ്മമാർക്ക് തന്നെ വലിയ പ്രശ്നമായിരുന്നു. കാര്യം അവിടെ ചെന്നേക്കും 5-6 ദിവസം കഴിഞ്ഞ് ഏവൻ്റെ അടുത്തെങ്കിലും ഒരു അടുത്ത് പിടിച്ച് കെട്ടിക്കണം എന്നുള്ള തരത്തിൽ മിക്കയിടത്തും അങ്ങനെ ആയിപ്പോയി. അപ്പോൾ പെൺകുട്ടിയൊക്കെ എങ്ങനെയായാലും ഇങ്ങനെയുള്ളൊരു കുടുംബത്തിലായാലും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു താല്പര്യമായിരുന്നു. ഇപ്പോൾ സ്വന്തം കാലിൽ പെൺകുട്ടികൾ നിന്നു തുടങ്ങിയപ്പോൾ വിവാഹമോചനം തങ്ങൾക്ക് പറ്റാത്തൊരു കണ്ടീഷനാണെങ്കിൽ വിവാഹമോചനം എന്നുള്ള തലത്തിലേക്ക് അവർ വന്നു. അത് ശരിയായ രീതി. പക്ഷേ ലക്ഷ്മിയോട് ചോദിച്ചത് ഈ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം വിവാഹമോചനം വേണമോ എന്നുള്ളതാണ്. അവിടെയാണ് പ്രധാന പോയിന്റ് ഇരിക്കുന്നത്. ഒരു പെൺകുട്ടി, അവളുടെ ഭർത്താവ് മദ്യപിക്കുന്ന ഒരു ശീലം, അവളെ 22 വയസ്സിൽ വിവാഹം കഴിച്ചു, ബാങ്കിൽ നല്ലൊരു ജോലിയുണ്ട് അവൾക്ക്. അപ്പം മദ്യപിക്കുന്ന ഒരു ശീലമുണ്ട്. ഇവൾക്ക് മദ്യപിക്കുന്നതിനോട്ട് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ അയാളെ പലവട്ടം ചോദ്യം ചെയ്തു. അവസാനം തെറ്റി ഇവള് വിവാഹമോചനം നേടുകയാണ്.
വിവാഹമോചനം നേടിയിട്ട് സ്വന്തം വീട്ടിൽ വന്നു. കുറച്ചാൽ ഈ വിവാഹമോചനം നടന്ന കാലഘട്ടത്തിൽ ഒരു കുഞ്ഞു ആവയും കൂടെ ഉണ്ട്. അതങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പം 1-2 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, മോളെ വിവാഹം ഇത്ര ചെറുപ്രായമല്ലേ, വിവാഹം കഴിച്ചല്ലേ എന്നൊക്കെ ചോദിച്ചു. അവളുടെ ഡിസിഷൻ, അവളുടെ തീരുമാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും പിന്നീട് അവരും നിർബന്ധിച്ചു തുടങ്ങി. അപ്പോൾ കൂട്ടുകാരും വീട്ടുകാരും എല്ലാം നിർബന്ധിച്ചു തുടങ്ങി. മാത്രമല്ല ഇവൾക്ക് ചില ചതികൾ പോലുള്ള അനുഭവങ്ങൾ, ഇവൾ നല്ല ആൾക്കാരാണെന്ന് വിചാരിച്ച് പല പുരുഷന്മാരിൽ നിന്നും ചില വഞ്ചനാപരമായിട്ടുള്ള ഇതൊക്കെ ഉണ്ട്. അവൾ ചില ഫ്രണ്ട്ഷിപ്പുകളിലൊക്കെ ചെന്ന് ചാടി. അവരുടെ എല്ലാം താല്പര്യം വേറെ ആണെന്ന് കണ്ടപ്പം ഇതിനേക്കാളും നല്ലതൊരു വിവാഹം കഴിക്കണം എന്നുള്ള തീരുമാനത്തിൽ അവൾ എത്തിച്ചേർന്നു. അങ്ങനെ സ്വസ്ഥമായിട്ടൊരു വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിച്ച് വന്നപ്പോൾ ആ ഭർത്താവിനാണെങ്കിലോ മദ്യപാനം മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് സിഗരറ്റ് വലിക്കുന്ന കാര്യമുണ്ട്. അപ്പോൾ ഇവള് പിന്നെ അയാൾ അധികമൊന്നും പറഞ്ഞ് തിരുത്താൻ പോയില്ല. കാര്യം അയാൾ നല്ലൊരു മനുഷ്യനാണ്, അയാൾക്ക് നല്ലൊരു ഉദ്യോഗസ്ഥനാണ്, എല്ലാം ഉണ്ട്. പക്ഷേ ഇടയ്ക്ക് മദ്യപിക്കും, സിഗരറ്റ് വലിക്കുകയും ചെയ്യും. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ 2 കാര്യമാണ്. ഒന്ന്, ആദ്യത്തെ ആൾ മദ്യപിക്കുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ സമയത്ത് ഇവളുടെ പ്രായവും ഇവളുടെ സങ്കല്പവും വേറെ ആയിരുന്നു. തൻ്റെ ഭർത്താവ് മദ്യപിക്കാനൊന്നും പാടില്ലാത്ത ഒരാളാണ് എന്നുള്ളത്. അപ്പോൾ അവളുടെ പ്രായം അങ്ങനെയായിരുന്നു. അവൾ അങ്ങനെ ചിന്താഗതിയിൽ അതിൽ ഉറച്ചു നിന്നു. അയാളുടെ ആ താല്പര്യങ്ങൾ അയാൾ പറഞ്ഞ് ഞാൻ വല്ലപ്പോഴൊക്കെ മദ്യപിക്കണം, അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് അവൾ കട്ടായം പറഞ്ഞ് അവസാനത്ത് വഴക്കൂടി ഡിവോഴ്സ് വാങ്ങിച്ചു. എന്നിട്ടാണ് അവളുടെ പ്രായം കൂടിക്കൊണ്ടിരിക്കുന്നു, അവളുടെ ചിന്താഗതി മാറിക്കൊണ്ടിരിക്കുന്നു. അവൾ അവിടെ നിന്നപ്പോൾ കുറേ ദുരനുഭവങ്ങളൊക്കെ വീട്ടിൽ നിന്നും ഉണ്ടായി, സമൂഹത്തിൽ നിന്നൊക്കെ ഉണ്ടായപ്പം അവൾ 2ാമത് വിവാഹം കഴിച്ചപ്പോൾ കുറച്ചുകൂടി മെച്യൂരിറ്റിയോട് കൂടിയാണ് വിവാഹം കഴിച്ചത്. അപ്പോൾ വിവാഹം കഴിച്ച ആൾ ഒരു മദ്യപിച്ചപ്പോഴോ പിന്നീട് അയാളൊരു സിഗരറ്റ് വലിച്ചപ്പോഴോ അവൾക്ക് പണ്ടുണ്ടായൊരു ഫീൽ ഉണ്ടായില്ല. ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ് എന്നുള്ള തീരുമാനം മാത്രമാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറയാൻ പറ്റില്ല. കാര്യം ഞാൻ ഇനിയും വിവാഹമോചനം നേടി, ഈ കാര്യങ്ങളുടെ പേര് പറഞ്ഞ് ഞാൻ ഇനിയും വിവാഹമോചനം നേടി ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാർ ചിലപ്പോൾ മുമ്പ് തന്ന സപ്പോർട്ട് ചെയ്തില്ല. കൂട്ടുകാരെല്ലാം ചിലപ്പോൾ എന്നെ മോശക്കാരിയായിട്ട് ചിത്രീകരിക്കും, എനിക്കിത് തന്നെയാണ് പണി എന്നുള്ള ഒരു താല്പര്യം അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറയും. ഇവർ ചിലപ്പോൾ എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും എന്നെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാൻ കാരണമാകും. ഇയാൾക്ക് ചിന്തിച്ച് നോക്കിയപ്പോൾ ഇയാൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, മദ്യപിക്കും, ഇടയ്ക്ക് മദ്യപിക്കും, സ്നേഹമുണ്ട്, ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സിഗരറ്റ് വലിക്കുന്നു, അത് പോട്ട്, ആ വഴിക്ക് പോട്ട്. അപ്പോൾ പ്രായവും കുറച്ചായി കഴിഞ്ഞു. ഈ കാലയളവിലുള്ള ചിന്താഗതി കൊണ്ട് അവൾ ഇച്ചിരി കൂടെ മെച്യൂരിറ്റി ആയി കഴിഞ്ഞു. പക്ഷേ മുന്നത്തെ ഭർത്താവ് എന്ത് ചെയ്തു? ഇച്ചിരി വെള്ളം അടിക്കുന്നു എന്നുള്ളൊരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ 2 ദോഷങ്ങളുള്ള ഒരാളെ ഇവൾ ഈ സമയത്ത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മെൻറ്റാലിറ്റി വന്നു കഴിഞ്ഞു അവൾക്ക്. അപ്പോൾ ലക്ഷ്മി ചോദിച്ച ചോദ്യത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ പെട്ടെന്ന് വിവാഹമോചനം തേടുകയല്ല വേണ്ടത്. ഇതുമായിട്ട് എനിക്ക് എങ്ങനെ സമരസപ്പെടാൻ പറ്റുമെന്ന് ആദ്യം ഒന്ന് തീരുമാനമെടുക്കുക. എന്നിട്ടും നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കണം. മറ്റുള്ളവരുടെയും ജീവിത നിലവാരം ഇങ്ങനെയൊക്കെ തന്നെയാണോ എന്ന് നോക്കണം. ഇത് പൊറുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണോ എന്ന് നോക്കണം. ഇങ്ങനെ പൊരുത്തപ്പെട്ട ആൾക്കാരെ കുറിച്ചുള്ള നമുക്ക് വേണമെങ്കിൽ ചില കൗൺസിലിംഗ് ഒക്കെ എടുക്കാം. നല്ല കൗൺസിലേഴ്സിനൊക്കെ കണ്ടിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ പ്രശ്നം ചിലപ്പോൾ പറഞ്ഞ് തിരുത്താനും പറ്റും. നല്ലൊരു കൗൺസിലിംഗ് വിദഗ്ധന് 2 പേരെ ഇരുത്തിയിട്ട് സംസാരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇവരുടെ ഉള്ളിലുള്ള ഓവർ റിയാക്ഷൻസിനെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. കാര്യം ഇതൊരു സാധാരണ വിഷയമാണെങ്കിൽ ചിലപ്പം ഈ പറയുന്ന വിഷയത്തിനപ്പുറം ഒരിക്കലും ഒരു പുരുഷനോ സ്ത്രീക്കോ അംഗീകരിക്കാൻ പറ്റാത്ത വിഷയമാണെങ്കിൽ ഡിവോഴ്സുമായി അടിച്ചേ പറ്റുള്ളൂ. പക്ഷേ എടുത്ത ചാട്ടത്തോടു കൂടി അത് പറ്റില്ല. ഈ കട്ട് വെട്ടെന്ന് തുണ്ടൻ രണ്ടെന്ന് പറയുന്നില്ലേ, ആ രീതിയിൽ എടുത്ത് ചാടുമ്പം ചിലപ്പം ആദ്യത്തെ ചാട്ടത്തിന് വീട്ടുകാരുടെയും കൂട്ടുകാരുടെയൊക്കെ പിന്തുണ കാണും. പിന്നീട് 2ാമത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒന്നും പിന്തുണ നൽകിയില്ല എന്ന് വരും. വേണമെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ കൽപ്പുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും ചാടാം. കാര്യം ഒറ്റയ്ക്ക് ജീവിക്കാൻ കൽപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും പറ്റില്ല, ശരി ഇവിടെ പറ്റില്ല, ചാടിപ്പോവും, അടുത്ത് പോയി വിവാഹം കഴിക്കുന്നു വീണ്ടും. പക്ഷേ അങ്ങനെ പോകുമ്പം മനസ്സമാധാനം നഷ്ടപ്പെട്ട് പിന്നീട് ഇവർ എന്തിനൊക്കെയാണോ ഫൈറ്റ് ചെയ്ത് അതിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞ് ഭർത്താവിൻ്റെ ചില ദൂഷ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് വിവാഹമോചനം നേടിയൊരു പെൺകുട്ടി. പക്ഷേ അവൾക്ക് ഇപ്പം രാത്രി കിടന്നുറങ്ങുന്നത് 2 അടിക്കാതെ പറ്റില്ല. ബാങ്കിലെ മാനേജരാ. പുള്ളിക്കാർ പറഞ്ഞു സാർ ഉറക്കം വരുന്നില്ല. അവസാനം ഉറക്കം വരാത്തപ്പോൾ കൂട്ടുകാരെടുത്ത് അവൾ 2 പെഗ് കഴിക്കും. ഇവളും വിവാഹമോചനം ഭർത്താവിൻ്റെ ഭയങ്കരമായ കുടിയുടെ കാരണം കൊണ്ടാണ് ഇവളും വിവാഹമോചനം നേടി. ഇപ്പം നല്ല കുടിയാണ്. ഈ അടുത്ത കാലത്ത് കുട്ടിയും കൂടെ കണ്ടുപിടിച്ചു. അവളുടെ കുട്ടിയും ഇവളിത് രഹസ്യമായിട്ട് മദ്യപിക്കുന്ന കണ്ടുപിടിച്ചു. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ എടുത്തുകാട്ടം വേണ്ട, ആവശ്യം. അതെ, പല കാര്യവും ഉണ്ടാകുന്നുണ്ട്. പരസ്ത്രീ ബന്ധം ഭർത്താവിൽ ആരോപിച്ചിട്ട് വിവാഹമോചനം നേടി പുറത്തു പോയിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് അവളും ഇതുപോലെ
ഭാര്യയുള്ള ഒരു ഭർത്താവിനെ പിന്നെ സ്നേഹിച്ചു, ആ ഭാര്യ അടികൂടാൻ വന്ന കാര്യമൊക്കെ എനിക്കറിയാം. അപ്പോൾ ഇതും സംഭവിക്കാറുണ്ട്, നമ്മളിലും മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം വരുമ്പോൾ എടുത്തുകാട്ടം വേണ്ടെന്നാണ് ഞാനിവിടെ പറയുന്നത്. അതെ, കുറച്ച് ചിന്തിച്ച് മാത്രം ഡിസിഷൻ എടുക്കുക അല്ലേ? അതെ, അത് മതി അല്ലേ? അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ അഡ്ജസ്റ്റ്മെന്റുകളാണോ ഒരു ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ഒരു വിവാഹ ജീവിതത്തിനെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ്മെന്റുകൾ അത്യാവശ്യമാണോ? അത് പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഈ അഡ്ജസ്റ്റ്മെന്റുകൾ ആവശ്യമാണ്. എവിടെയാണ് അഡ്ജസ്റ്റ്മെന്റുകൾ ഇല്ലാത്തത്? നിങ്ങൾക്ക് എടുക്കുന്ന ഏതൊരു ബന്ധത്തിലും അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്. കാര്യം നിങ്ങളൊരു ഓഫീസിലാണെങ്കിൽ, നിങ്ങളൊരു പൊതുവിടത്താണെങ്കിൽ, നിങ്ങളൊരു ഹോട്ടലിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ എവിടെയായാലും നിങ്ങളുടെ തൊഴിൽ മേഖലയായാലും നിങ്ങളുടെ കുട്ടികളുടെ അടുത്ത് പോലും നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്താറുണ്ട്, പലതരത്തിലുള്ള. അപ്പോൾ കുടുംബജീവിതത്തിലും ചില്ലറ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നത് തെറ്റൊന്നുമില്ല. എനിക്കിങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് മടുത്തു എന്നൊക്കെ ചിലർ പറയാറുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ ഒരു മാനേജറാണ്. അപ്പോൾ അവിടെ ഒരു ആൾ വന്ന് ചുമ്മാ നമ്മുടെ അടുത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അയാൾ അതിൽ കുറ്റങ്ങളൊക്കെ കണ്ടുപിടിച്ച് നമ്മളെ വിളിച്ച് പറയുന്നു. അപ്പോൾ ബാക്കിയുള്ളവർ ശ്രദ്ധിക്കുന്നു. നമുക്കറിയാം നമ്മുടെ ഭക്ഷണത്തിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ സർ അത് പ്രോബ്ലം ഇല്ല, നമ്മുടെ കുക്ക് ഒന്ന് മാറി വന്നാണ്, നമുക്ക് ഇപ്പോഴും ക്ഷമിക്കൂ എന്നൊക്കെ പറഞ്ഞ് അയാളെ അവിടെ തട്ടി സമാധാനിപ്പിച്ച് ആ രംഗത്തെ ക്ലിയറാക്കി എടുക്കണം. അല്ലെ കളഞ്ഞിട്ട് പോടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അയാൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ രംഗം വഷളാവും, മറ്റുള്ളവരും ശ്രദ്ധിക്കും. നമ്മുടെ സമീപനം അവിടെ നമ്മുടെ മൈൻഡിനെ ഒന്ന് പരിവപ്പെടുത്തി അവിടെ എങ്ങനെയാണ് ആ പരിസ്ഥിതിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യപ്പെടേണ്ടത്, ആ രീതിയിലാകുന്നതിനാണ് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. കോപിച്ച് നിൽക്കുന്ന പങ്കാളിയെടുത്ത് നമ്മൾ കോപം എടുത്തുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ അവിടെ നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മൾ കാര്യങ്ങളിൽ നിന്ന് ഐസായിട്ട് വിട്ടു. അയാൾ ശാന്തമായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഞാൻ അന്നേരം ആ വഴക്കുണ്ടാക്കാതിരുന്നത് ഇന്ന കാരണങ്ങളാണെന്ന് ബോധിപ്പിക്കാം. അവിടെയാണ് നമുക്ക് വേണമെങ്കിൽ അത് അയാൾ പറഞ്ഞ ഭാഗത്തായിരുന്നു തെറ്റ്, ഞാൻ അപ്പോഴും മിണ്ടാത്തത് എൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് മെൻറ്റാലിറ്റി ആണെന്നുള്ളത് പറയുകയും ചെയ്യും. ഇങ്ങനെ പരസ്പരം ചില ഘട്ടങ്ങളിൽ പ്രത്യേക ചിലരുടെ ഇമോഷണലി ആയിട്ടുള്ള ക്യാരക്ടർ കാണുമ്പം നമുക്ക് ചിലയിടത്ത് ചില അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തേണ്ടി വരും. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ. പണം ഒട്ടുമില്ല, വളരെ സാമ്പത്തിക സ്ഥിതിയിൽ മോശമായിട്ട് നിൽക്കുമ്പോൾ ഭാര്യയ്ക്ക് അവളുടെ പിറന്നാളിന് വലിയ ദൂരത്തോടു കൂടി ആഘോഷിക്കണം. ഭർത്താവ് പറയുന്നു പണം എൻ്റെ കയ്യിലില്ല. കഴിഞ്ഞ ബർത്ത്ഡേ വരെ നമ്മൾ നന്നായിട്ട് ആഘോഷിക്കും, ഇത്തവണ എൻ്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് ആഘോഷിച്ചിട്ടില്ലെങ്കിൽ അത് വളരെ മോശമല്ലേ? അങ്ങനെയാണ് ആ പെൺകുട്ടി അവിടെ പറയേണ്ടത്. ഇല്ല, നമുക്ക് ഒരു കാര്യം ചെയ്യും, ഇത്തവണ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞൊഴിയാം, നമ്മളിപ്പോൾ സാമ്പത്തിക പ്രയാസത്തിലല്ലേ നിൽക്കുന്നത്, നമുക്കിവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യണ്ടേ? ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. ലൈഫിൽ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇങ്ങനെ വേണ്ടി വരും. ലക്ഷ്മിക്ക് തോന്നുന്നില്ലേ അങ്ങനെ? അപ്പോൾ അതൊരു തെറ്റായിട്ടുള്ള കാര്യമാണോ? ഇല്ല. നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റുകൾ അത്യാവശ്യമാണ് എന്നുള്ളത് ഇത് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ നടക്കണമെന്നില്ല. പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് നടക്കാറുണ്ട്. അപ്പോൾ അതിലെല്ലാം നമ്മൾ ഒരു വിഷമം വിചാരിക്കാതെ അത്ര സിറ്റുവേഷൻസിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് എങ്കിൽ ചില സമയങ്ങളിൽ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എന്ന് വെച്ചാൽ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് അങ്ങനെയുള്ളൊരു കാര്യമാണ് എങ്കിൽ. അല്ലാത്ത കാര്യങ്ങളുണ്ടാവാം, നമുക്കൊട്ടും തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത, നമുക്കൊട്ടും തന്നെ അംഗീകരിക്കാൻ പറ്റാത്ത വിഷയങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്നല്ല, അതിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാം. പക്ഷെ അല്ലാത്ത കാര്യങ്ങളിൽ തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് അഡ്ജസ്റ്റിംഗ് മെന്റാലിറ്റി അതെ അങ്ങനെ വിചാരിക്കുന്നത് നമ്മുടെ ലൈഫിന് ദാമ്പത്യ ജീവിതത്തിന്റെ ദൃഢതയ്ക്കും അതിന്റെ നിലനിൽപ്പിനും ഗുണകരമായിട്ട് തോന്നും അല്ലേ? അതെ, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് സ്വാഭാവികമാണല്ലോ. അതില് നമ്മുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ചൊന്ന് താഴ്ന്നു കൊടുക്കാനോ അല്ലെങ്കിൽ കുറച്ചൊന്ന് ഇത് ചെയ്യാനോ ശ്രമിക്കുകയാണെങ്കിൽ ആ ജീവിതത്തിൽ അത് നമുക്ക് സഹായകരമായിരിക്കും, പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചേട്ടാ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചോദിച്ച കാര്യങ്ങളെല്ലാം തന്നെ വളരെ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ലാത്ത പല കാര്യങ്ങളും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, പുതിയ കുറേ അറിവുകൾ എനിക്കും കിട്ടി. അപ്പോൾ ഇത് ഇവർക്കും നമ്മുടെ പ്രേക്ഷകർക്കും ഒരുപാട് സഹായകരമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്.
എനിക്കിനി ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. അപ്പൊ നമുക്ക് അതൊരു മറ്റൊരു വീഡിയോയിലാവാം. അപ്പോൾ ഇതിന്റെ ലെങ്ത് ഒരുപാട് കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് അതൊരു അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. ഇത് RJ അയ്യർ, ഇത് RJ ലക്ഷ്മി. നമസ്തേ. നമസ്തേ.